സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യം നിരന്തരമായി പാകിസ്ഥാൻ ഉന്നയിക്കുന്നു. എന്നാൽ എത്ര ശ്രമങ്ങൾ നടത്തിയിട്ടും അതിനെ പിന്തുണയ്ക്കാൻ ആരും തയ്യാറല്ല. പാകിസ്ഥാന്റെ ഈ ആവശ്യത്തെ ശക്തമായ ഭാഷയിൽ തന്നെ എതിർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ലഭിക്കുന്നത്. പാകിസ്ഥാനെ പൂർണ്ണമായും തള്ളി കാനഡയും രംഗത്ത് വന്നിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ആവശ്യം കാനഡ പരസ്യമായി തള്ളാനുള്ള കാരണം എന്താണ്? പാകിസ്ഥാന് ഇത് എത്രത്തോളം തിരിച്ചടിയായി മാറും? എന്താണ് പാകിസ്ഥാനും കാനഡയും തമ്മിലുള്ള ബന്ധം? പരിശോധിക്കാം വിശദമായി. ഞാൻ അനശ്വര. കാനഡയും പാകിസ്ഥാനും തമ്മിൽ സൗഹൃദപരവും നയതന്ത്രപരവുമായ ബന്ധമാണുള്ളത്. വ്യാപാരം, കുടിയേറ്റം, അന്താരാഷ്ട്ര നയങ്ങൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഇസ്ലാമാബാദിലെ കനേഡിയൻ ഹൈക്കമ്മീഷനും കറാച്ചിയിലെ കോൺസുലേറ്റും വഴിയാണ് കാനഡ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത്. കാനഡയുടെ വിദേശകാര്യമന്ത്രി ഇസ്ലാമാബാദ് സന്ദർശിച്ച് ഉഭയകക്ഷി ബന്ധത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കാനഡയിലെ പാകിസ്ഥാനി ഡയസ്പോറ അവിടുത്തെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. അങ്ങനെ വളരെ വലിയ ഒരു ബന്ധം തന്നെ പാകിസ്ഥാനും കാനഡയും തമ്മിൽ ഉണ്ട്. അത്തരമൊരു ബന്ധം നിലനിൽക്കുമ്പോഴാണ് പാകിസ്ഥാനെ സിന്ധു നദീജല കരാറിൽ കാനഡ പിന്തുണയ്ക്കാതിരിക്കുന്നത്. പരസ്യമായി കാനഡ പിന്തുണ നൽകാതെയിരുന്നത് ഇസ്ലാമാബാദിനും നയതന്ത്ര തിരിച്ചടിയായി മാറുകയാണ്. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ദാർ കാനഡയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുവെങ്കിലും കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് വാർത്താസമ്മേളനത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. സന്ദർശനത്തിന് ശേഷം കാനഡ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലും സിന്ധുജല കരാറിനെയോ പാകിസ്ഥാന്റെ ആവശ്യത്തെയോ കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല. ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധവും ഭാവി സഹകരണ മേഖലകളും മാത്രമാണ് പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2025 ഏപ്രിലിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യ സിന്ധു ജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് എതിരെ പാകിസ്ഥാൻ വിശ്വസനീയമായ നടപടി സ്വീകരിക്കുന്നതുവരെ കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന നിലപാടിലാണ് ന്യൂഡൽഹിയും. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച ഇഷാഖ് ദാർ ഇന്ത്യയുടെ നടപടി മേഖലയിലെ സുരക്ഷാ അന്തരീക്ഷത്തെ കൂടുതൽ അസ്ഥിരമാക്കിയെന്ന് ആരോപിച്ചു. ജലത്തെ ആയുധമാക്കുന്നത് അവസാനിപ്പിക്കാനും സിന്ധു ജല കരാർ ഉടൻ പുനഃസ്ഥാപിക്കാനും കാനഡ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങളുടെ പിന്തുണ തേടുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. നയതന്ത്ര നിരീക്ഷകരുടെ വിലയിരുത്തലിൽ വിഷയത്തിൽ പ്രതികരിക്കാതെ ഇരുന്നതിലൂടെ ഇന്ത്യയുമായുള്ള അതിസൂക്ഷ്മമായ വിഷയത്തിൽ കാനഡ നിലപാട് സ്വീകരിക്കുന്നത് ഒഴിവാക്കുകയായിരുന്നു. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960-ലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു ജല കരാറിൽ ഒപ്പുവെച്ചത്. സിന്ധു നദീതടത്തിലെ 6 പ്രധാന നദികളിൽ രവി, ബിയാസ്, സത്ലജ് എന്നീ കിഴക്കൻ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും സിന്ധു, ചെനാബ് എന്നീ പടിഞ്ഞാറൻ നദികളുടെ പ്രധാന ഉപയോഗാവശ്യം പാകിസ്ഥാനും നൽകുന്നതാണ് കരാർ. കരാർ നടപ്പാക്കുന്നതിനായി സ്ഥിരം സിന്ധു കമ്മീഷനും തർക്കപരിഹാരത്തിനായി നിഷ്പക്ഷ വിദഗ്ധർ, അന്താരാഷ്ട്ര മധ്യസ്ഥ ട്രൈബ്യൂണൽ, ലോകബാങ്ക് എന്നിവ ഉൾപ്പെടുന്ന സംവിധാനവും കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കരാർ ഏകപക്ഷീയമായി റദ്ദാക്കാനോ സസ്പെൻഡ് ചെയ്യാനോ വ്യവസ്ഥയില്ല എന്നാണ് പാകിസ്ഥാന്റെ വാദം. എന്നാൽ അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. ഇതിനിടെ ജലക്ഷാമം നേരിടാൻ ആവശ്യമായ ആഭ്യന്തര അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും പാകിസ്ഥാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതായും അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഇപ്പോൾ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോകുന്നത്. രാജ്യത്തിന്റെ വിദേശ നാണ്യശേഖരത്തിന് കരുത്തു ഏകുന്നതിനായി അമേരിക്കയോട് $1000 കോടി സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചതിലൂടെ അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഈ നിർണായക നീക്കം നടത്തുന്നത്. നേരത്തെ ചൈന, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വായ്പകളെയാണ് വിദേശ നാണ്യ ശേഖരത്തിനായി പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ US-ഉമായി സാമ്പത്തിക ബന്ധം ശക്തമാക്കി നിക്ഷേപങ്ങളും സഹായവും ഉറപ്പാക്കാനാണ് പാകിസ്ഥാന്റെ പുതിയ തീരുമാനം. ഇതിന്റെ ഭാഗമായി ട്രംപ് കുടുംബത്തിന്റെ പ്രധാന ക്രിപ്റ്റോ ബിസിനസ്സായ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലുമായി സഹകരിച്ച് അതിർത്തി കടന്നുള്ള പണം ഇടപാടുകൾക്കായി കരാർ ഒപ്പിടുകയും ന്യൂയോർക്കിലെ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള റോസ്വെൽറ്റ് ഹോട്ടൽ പുനർവികസിപ്പിക്കുന്നതിന് അമേരിക്കയുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 3 ലക്ഷത്തോളം പാകിസ്ഥാൻ വംശജർ കാനഡയിൽ വസിക്കുന്നുണ്ട് എന്ന് കനേഡിയൻ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. ഇവർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക സാമൂഹിക ബന്ധം നിലനിർത്തുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ഇടപാടുകളിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. ഏകദേശം $1.2 ബില്യൺ വ്യാപാരമാണ് കാനഡയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിദേശ നിക്ഷേപ സംരക്ഷണ കരാറിന്റെ 2ാം ഘട്ട ചർച്ചകൾ അടുത്തിടെ നടന്നിരുന്നു.
ഇതിന്റെ തുടർച്ചയായാണ് വിദേശകാര്യമന്ത്രി തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. ഏഷ്യ പസഫിക് മേഖലയിൽ കാനഡയുടെ തന്ത്രപ്രധാനമായ സാന്നിധ്യം ഉറപ്പാക്കുന്ന ഇൻഡോ പസഫിക് നയത്തിന്റെ ഭാഗം കൂടിയാണ് ഈ നയതന്ത്ര നീക്കം.